നമ്മുടെ നവകേരള ബസ് ഉണ്ടല്ലോ, അതിനെന്താ സംഭവിച്ചത്? മ്യൂസിയത്തിൽ വെച്ചില്ല. ബസ് ഇപ്പോഴും കട്ടപ്പുറത്താണ്. അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലാണെന്ന് KSRTC വിശദീകരിക്കുന്നു. പക്ഷേ യാത്രക്കാരില്ലാത്തതിനാൽ സർവീസ് നിർത്തിയെന്നാണ് അറിയുന്നത്. ഈ മാസം ആകെ ലാഭകരമായി നവകേരള ബസ് സർവീസ് നടത്തിയത് എത്ര ദിവസമാണെന്നറിയാമോ? 1 ദിവസം. നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലുടനീളം സഞ്ചരിച്ച സ്വിഫ്റ്റ് ഗരുഡ പ്രീമിയം ബസ് ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി KSRTCക്ക് വിട്ടു നൽകിയത്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കായിരുന്നു ബസിന്റെ സർവീസ്. മെയ് 5 മുതലാണ് സർവീസ് തുടങ്ങിയത്. എന്നാൽ ഒരാഴ്ചയായി ബസ് കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായാണ് വർക്ക്ഷോപ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ യാത്ര ചെയ്യാൻ ആളില്ലാത്തതിനാൽ വർക്ക്ഷോപ്പ് പരിസരത്തേക്ക് മാറ്റിയതായാണ് ലഭിക്കുന്ന വിവരം. ഈ മാസം ആകെ 1 ദിവസം മാത്രമാണ് ബസ് ലാഭകരമായി സർവീസ് നടത്തിയത്. ജൂലൈ 9 വളരെ കുറച്ച് യാത്രക്കാരുമായി ബംഗളൂരുവിലേക്ക് പോയ ബസ്സിൽ 10-നും 11-നും ഒരാൾ പോലും ബുക്ക് ചെയ്തില്ല. ഇത് വാർത്തയായതോടെ വിരലിലെണ്ണാവുന്ന യാത്രക്കാരുമായി 12-ാം തീയതി സർവീസ് നടത്തി. 13,000 രൂപയും അതിൽ മുകളിലും കിട്ടിയാൽ മാത്രമേ ബസ് ലാഭത്തിലാണെന്ന് പറയാനാവൂ. എന്നാൽ നിലവിൽ ആ തുക കിട്ടുന്നില്ല. അതേസമയം ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും പണം കിട്ടുമെന്ന് പറഞ്ഞ് നേരത്തെ CPM നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.